ഈ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, സ്മാർത്ത വിചാരം എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. വലിയ ഇല്ലങ്ങളിൽ ഒരു പെൺകുട്ടി പഴയ കാലങ്ങളിൽ ഗർഭിണിയായെന്നറിഞ്ഞാൽ ഈ ഇല്ലത്തിൻ്റെ കാരണവന്മാരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്നിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാന്ന് ചോദിക്കും. പക്ഷേ ചില കുട്ടികൾ എത്ര വന്നാലും ചതിക്കില്ല കേട്ടോ, കാരണം ഈ ഉത്തരവാദി അതിനകത്ത് കാണും. ഇതൊക്കെയാണ് ഈ സ്ത്രീയുടെ മഹത്വം. എല്ലാവരും വിളിച്ചൊന്നും പറയണമെന്നുമില്ല. ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാന്ന് പറഞ്ഞില്ലെങ്കിൽ അവളെ ആ ഇല്ലത്തിൻ്റെ പടിയടച്ച്, കേട്ടിട്ടുണ്ടോ, പടിയടച്ച് പിണ്ണം വെക്കും. പടിയടച്ച് പിണ്ണം വെക്കുക എന്ന് പറഞ്ഞാൽ പിണ്ണം വെക്കുന്നത് മരണാനന്തര ക്രിയയാണ്, മരിച്ചവർക്ക് വേണ്ടിയുള്ള ക്രിയയാണ് പിണ്ണം വെക്കുക. പടിയടച്ച് പിണ്ണം വെച്ചെന്ന് പറഞ്ഞാൽ നീ ജീവിച്ചിരിക്കുമ്പോഴേ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, മരിച്ചു, ഇനി ഇല്ലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വന്ന വഴിയാധാരമായ ഒത്തിരി പെൺകുട്ടികളുടെ ചരിത്രം കേരളത്തിൻ്റെയൊക്കെ ചരിത്രത്തിലുണ്ട്. അവർ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്തം ആരാണെന്ന് പറയാൻ മടിച്ചവരുമുണ്ട്. കാരണം അത്രമാത്രം അവർ ആ പുരുഷനെ സ്നേഹിച്ചിരുന്നു, അവനൊരു കുറവ് വരാതിരിക്കും. പക്ഷേ ഇവിടെ ആ സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. ഞാനതിനെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. കർത്താവ് ആ സ്ത്രീയെ പിടിച്ച് പുറമോട്ട് നിർത്തിക്കാണ്. അവളെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് കർത്താവ് നിലത്തോട്ട് കുനിഞ്ഞു. എപ്പോഴും പിടിക്കപ്പെട്ട സ്ത്രീകളെ, അല്ലെങ്കിൽ ഒരു കൊലപാതക കുറ്റത്തിനോ ഏത് കുറ്റത്തിന് പിടിക്കപ്പെട്ടാലും പോലീസ് അവരെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ ഒരിക്കലും മുഖം എന്ത് ചെയ്യത്തില്ല, ഉയർത്തത്തില്ല. കണ്ടിട്ടുണ്ടോ? അപ്പം തല താഴ്ത്തിയിരിക്കും. ഒല്ലയിൽ അവരെ തൂവാല കൊണ്ടോ ഷാള് കൊണ്ടോ ഒക്കെ മുഖം മറയ്ക്കും. കാരണം അവർക്ക് അവരുടെ മുഖം ആരും കാണാൻ ഇഷ്ടമില്ല. ഇവിടെയാണ് ഈ സ്ത്രീ കുനിഞ്ഞു നിൽക്കുകയായിരിക്കണം. കർത്താവ് കുനിഞ്ഞു അവൾക്ക് വേണ്ടി. എന്തിനാ? അവളെ നിവർത്തുവാൻ അവനും കുനിയുക. ഈ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുവാൻ കർത്താവും അവരുടെ കൂടെ കുനിയുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ കുനിയാം. അപമാനം കൊണ്ട് കുനിയാം, കുഞ്ഞുങ്ങൾക്കൊരു പ്രയാസം വന്നാൽ കുനിയാം, കടം കയറിയാൽ കുനിയാം, അങ്ങനെ പല നിലകളിൽ രോഗം വന്നാൽ കുനിയാം, സാമ്പത്തിക തകർച്ചകൾ വന്നാൽ കുനിയാം, പെട്ടെന്ന് ബിസിനസ് പൊട്ടിപ്പോയാൽ കുനിയാം. പക്ഷേ കുനിഞ്ഞ സമൂഹത്തെ നിവർത്തുവാൻ അവർക്ക് വേണ്ടി കുനിഞ്ഞ ഒരാളുണ്ട്. അതാണ് കർത്താവിൻ്റെ പ്രത്യേകത. ക്രിസ്തു അവരോടൊപ്പം കുനിയുകയാണ്. കുനിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, അവനെ കൊല്ലണമെന്ന് പറയുകയാണ്. അവരുടെ കയ്യിലെല്ലാം എന്തോ കാണും, കല്ലുണ്ട്. കർത്താവ് ഒരു കാര്യം അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാം. മക്കളെ സൗണ്ട് ഉണ്ടാക്കരുതേ, ഈ കുപ്പി വെച്ച് സൗണ്ട് ഉണ്ടാക്കല്ലേ പ്ലീസ്. നിങ്ങൾ പാപം ചെയ്യാത്തവർ ഇവരെ എന്ത് ചെയ്യട്ടെ, കല്ലെറിയട്ടെ എന്ന് പറയും. അപ്പം എന്നിട്ട് കർത്താവ് ഇങ്ങനെ കുനിഞ്ഞ് എന്ന് എഴുതുകയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, എന്താ കർത്താവ് എഴുതിയേ? രണ്ട് രീതി കേട്ടിട്ടുണ്ട്. ചില പറയുന്നു വന്നവരുടെ എന്തെഴുതി, പാപം എഴുതി. ചില പറഞ്ഞു പേര് എഴുതി. ഇതിലൊന്നും വലിയ തെളിവില്ല. അവനെ കുപ്പി കൊണ്ട് സൗണ്ട് ഉണ്ടാക്കല്ലേ, സൗണ്ട് ഉണ്ടാക്കരുത്, ദേഹം പെരുക്കും. അതുകൊണ്ടാണ് ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയുണ്ട്. അപ്പം കർത്താവ് അവർ കല്ലെറിയാൻ പോവുക. അവരുടെ കയ്യിൽ എന്തുണ്ട്, കല്ലുണ്ട്. ഈ കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് കർത്താവ് എന്തോ എഴുതിയപ്പം അവർ വന്ന് എങ്ങോട്ട് നോക്കിക്കാണും, ഇതെന്തോ എഴുതിയെന്നറിയാം. നമ്മൾ ഈ റോഡ് നാട്ടിൻപുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ഈ എണ്ണ വിൽക്കുന്നവരെയൊക്കെ കാണാം. കണ്ടിട്ടുണ്ടോ? ഒടിവ്, ചതവ്, ചുളിവ്, ഇതിനെല്ലാം വലിയ എണ്ണയാന്നൊക്കെ പറയുമ്പോൾ ആളിങ്ങനെ വട്ടം കൂടി നിൽക്കും. അപ്പോൾ ഇതുവഴി പോകുന്നവർ എല്ലാവരും എത്തി അങ്ങോട്ട് നോക്കും, അവിടെ എന്താണ് നടക്കുന്നത്. അപ്പോൾ കർത്താവ് കുനിഞ്ഞ് എന്ന് എഴുതിയപ്പോൾ ഇവരും വന്ന് നോക്കിക്കാണും. നോക്കി ഒരു കാര്യം സംഭവിച്ചു. ഇവരുടെ കയ്യിൽ നിന്ന് എന്ത് പോയി കാണും, കല്ല് പോയി കാണും. അതായത് ഒരു പുതിയ നിയമം അവിടെ കൊണ്ടുവരികയാണ്. ആ നിയമം ഇതാണ്, നിങ്ങൾ കല്ലെറിയുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഒന്ന് ആലോചിക്കണം. ഈ കല്ലെറിയാൻ വേണ്ടി അവർ വന്നു, കർത്താവ് ഒന്ന് കുനിഞ്ഞു, എന്നിട്ട് നിലത്തെഴുതി. അവർക്ക് നോക്കാനൊരു സമയം കിട്ടി. നിങ്ങൾ ഈ പാപമില്ലാത്തവർ ഇവരെ കല്ലെറിയാൻ പറഞ്ഞു. ഒറ്റയാളും ആ കുട്ടിയെ എന്ത് ചെയ്തില്ല, കല്ലെറിഞ്ഞില്ല. അപ്പോൾ ഈ നമുക്കെല്ലാവർക്കും ഈ കല്ലെറിയാനുള്ളൊരു പ്രചോദനം ഉണ്ടാകും. എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്തുണ്ടാകും, പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകും. ആ പ്രചോദനത്തിനും ആ പ്രതികരണത്തിനും ഇടയ്ക്ക് ഒരിച്ചിരി സമയം കിട്ടിയാൽ പ്രതികരണം അത് തന്നെ ആയിരിക്കുമോ, വേറെ എന്തെങ്കിലും ആയിരിക്കുമോ? പ്രചോദനം, മനസ്സിലായല്ലോ? ദാറ്റ് സ്റ്റിമുലേഷൻ ഓർ ഇൻസ്പിറേഷൻ ടു ഡൂ സംതിങ്. അതിനിടയ്ക്ക് ഒരിച്ചിരി സമയം കിട്ടി. അന്നേരം കല്ല് കയ്യിൽ നിന്ന് പോകുമോ, പറയാൻ വന്ന കാര്യം പറയുമോ, പറയത്തില്ലയോ? പിടികിട്ടിയില്ല. ഞാൻ ചിലരെ ഫോൺ ചെയ്യും, ചോദിച്ചിട്ടേ ഉള്ളൂ, ഇങ്ങനെയുണ്ടോ ഒരിടപാട്, ഇതെന്നെ വെള്ളരിക്കപ്പെട്ടണോ?
ആഹാ, ചോദിക്കാൻ വേണ്ടി വിളിച്ചു. ദൈവകൃപ, അവർ ഫോൺ എടുത്തില്ല. രാത്രിയിൽ അവർ തിരിച്ച് വിളിച്ചു. പ്രിൻസിപ്പാൾ എന്തിനാണ് വിളിച്ചത്? കുഞ്ഞെ, നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. പ്രാർത്ഥിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കുന്നത്. പറഞ്ഞോ? ഇല്ല. അന്നേരം അവരെടുത്തായിരുന്നേ ഞാൻ വല്ലതും പറയും, അവർ റെക്കോർഡ് ചെയ്യും, അവരത് യൂട്യൂബിലിടും. എന്നെ നിങ്ങളാരും വിളിക്കത്തുമില്ലായിരുന്നു. നമ്മളും മനുഷ്യരപ്പാ. പക്ഷേ അവരെടുക്കാഞ്ഞതാണ് തമ്പുരാൻ്റെ കൃപ. സമയം കിട്ടിയപ്പം പിന്നെ നമ്മൾ പറയാൻ വന്നത് പറയുമോ? ഇല്ല. അപ്പം പ്രചോദനത്തിനും പ്രതികരണത്തിനും ഇടയ്ക്ക് എന്തോ കിട്ടണം? സമയം കിട്ടണം. പറയാൻ വരുന്നതിനും പറയുന്നതിനും ഇടയ്ക്ക് എന്തോ കിട്ടണം? ഈ പിള്ളേരെന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ഈ പേരൻസിന് ക്ലാസ് എടുക്കുമ്പോൾ, ഞാനും ഒരു അപ്പനെ, നമ്മളെയും കൊണ്ട് ഇതൊക്കെ ക്ലാസ് എടുക്കാനേ കൊള്ളത്തുള്ളൂ. അപ്പം ഞാനെപ്പോഴും പറയും, നമ്മൾ പെട്ടെന്ന് ഇവരെ അടിക്കരുത്, ചുമ്മാ അടിക്കരുത്. നമ്മളവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവർ ചെയ്ത തെറ്റ് മനസ്സിലാക്കി, തെറ്റിന് ശിക്ഷ എന്താ വേണ്ടെന്ന് അവരെയും കൊണ്ടുകൂടെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച്, എന്നിട്ട് അവരെയും കൊണ്ട് മടി വെട്ടിച്ചുകൊണ്ട് വന്ന് അവിടെ കുറ്റം മനസ്സിലാക്കി അവരെ എന്ത് ചെയ്യണം? അടിക്കണം. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ്, പാസ്റ്ററേ, ആദ്യം അടി നടക്കട്ടെ, പിന്നെ എക്സ്പ്ലനേഷൻ. കാരണം ആ മൂച്ചിന് അടിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ നടക്കത്തില്ല, അടി നടക്കത്തില്ല. നടക്കുമോ? ഇല്ല. ആ മൂച്ചിന് അടി നടന്നിട്ട് നമുക്ക് പിന്നെ അടിച്ചത് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പം കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് എന്ത് കിട്ടി? സമയം കിട്ടി. എല്ലാവരും പറഞ്ഞേ, കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് എന്താ കിട്ടി? അപ്പോൾ എന്തോ നടന്നില്ല? നടന്നില്ല. തമ്പുരാൻ ചിലപ്പോൾ ഇതുപോലൊക്കെ നമ്മളീ പാപം ചെയ്യാതൊക്കെ പോകുന്നതൊക്കെ ഇങ്ങനെ സമയം കിട്ടുന്നുണ്ട്. ഈ പലരും അടിക്കുന്നതും കുത്തുന്നതും വെട്ടുന്നതും ഒക്കെ പെട്ടെന്നുണ്ടായ സംഭവത്തിലാണ്. പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടന്ന കാര്യങ്ങളാണ്. ആ സെക്കൻഡിൽ നടന്നത് ചിലപ്പോൾ നമുക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, കേൾപ്പാൻ വേഗതയും പറയാൻ താമസം. കേൾപ്പാൻ വേഗതയും പറയാൻ താമസം. ഒന്നുകൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രചോദനം, പ്രതികരണം. ഇതിനിടയ്ക്ക് എന്തോ വേണം? സമയം വേണം. സമയം കിട്ടിയാൽ എന്തെറിയില്ല? കല്ലെറിയില്ല. നിങ്ങളീ പാപം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയട്ടെ. അപ്പം കല്ലെറിയാതിരുന്നു. അവസാനം ആ സ്ത്രീ കർത്താവ് മാത്രം ശേഷിച്ചു. അവിടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. കർത്താവ് അവളോട് പറഞ്ഞു, പൊയ്ക്കോ, നീ ഇനി എന്ത് ചെയ്യരുത്. ഇനി അവിടെ ഒരിക്കലും തെറ്റില്ല. ഇനി അവൾ ജീവിതത്തിൽ തെറ്റില്ല. കാരണം അവൾക്കറിയാം, ഇത്ര വലിയൊരു ഗുരുവിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, പൊയ്ക്കോ, പക്ഷേ നീ ഇനി എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. ഇനി അവൾ പാപം ചെയ്യാൻ വന്നാൽ അവൾ ആ ഗുരുവിനെ ഓർക്കും. ആ കർത്താവിനെ ഓർത്താൽ ഒരിക്കലും അവൾക്ക് ഇടറാൻ ഒക്കില്ല. ജീവിതത്തിൻ്റെ വഴിത്താരുകളിൽ എവിടെയൊക്കെയോ ഇടറിപ്പോയവരൊക്കെ ഇന്ന് പാപം ചെയ്യാതെ നിൽക്കുന്നത് ഈ കർത്താവിനെ ഓർത്തിട്ട്. കർത്താവിനോടുള്ള സ്നേഹമുള്ളപ്പോൾ ഒരിക്കലും നമുക്ക് ദൈവസ്നേഹം വരുന്നവർക്ക് പാപം ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം അവൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിനൊരു പുതിയ നിയമമാണ്. പഴയ നിയമത്തിൻ്റെ നിയമം എന്താ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇവിടെ കർത്താവ് പറയുകയാണ്, ആ പാപം ചെയ്ത സ്ത്രീയെ മോചിപ്പിച്ച് വിടുകയാണ്. കല്ലെറിയാത്ത നിയമം. നിങ്ങളീ പാപം ചെയ്യാത്തവർ ഇവളെ എന്ത് ചെയ്യട്ടെ? കല്ലെറിയട്ടെ. ഇവിടെ കർത്താവ് ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിധിക്കുവാൻ, അതുകൊണ്ടാണ് വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? വിധിക്കപ്പെടും എന്ന് കർത്താവ് പറയുക. ക്ഷമയുടെ ഒരു നിയമം കർത്താവ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ക്ഷമയുടെ ഒരു നിയമം. ഇന്ന് മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നത് ഈ ക്ഷമയാണ്. ക്ഷമിക്കാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. അതുപോലെ പെട്ടെന്നുള്ള ക്ഷിപ്രകോപം. ഈ പലരെക്കുറിച്ച് നമ്മൾ പറയാവുന്നൊരു വാക്കുണ്ട്, ആൾ ഷോർട്ട് ടെമ്പേർഡാണ്. കേട്ടിട്ടുണ്ടോ? ഷോർട്ട് ടെമ്പേർഡാണ്. ഈ ഷോർട്ട് ടെമ്പേർഡൊക്കെ ആകുന്നത് ഭയങ്കര അപകടമാണ്. ഈ ഷോർട്ട് ടെമ്പേർഡ്നെസ്സിൽ എന്തെല്ലാം സംഭവിക്കാം? ചിലപ്പം കൊലപാതകം വരെ സംഭവിക്കാം. പ്ലാൻഡായിട്ടല്ലാതെ കരുതി കൂട്ടാൻ നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ പുതിയ നിയമമാണ് കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കല്ലെറിയാത്തൊരു നിയമം, ആരെയും വിധിക്കാതിരിക്കാനുള്ളൊരു കൃപ, എല്ലാവരോടും ക്ഷമിക്കാനുള്ളൊരു കൃപ. കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, ക്ഷമിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, എല്ലാവരോടും ക്ഷമിക്കാൻ. ഈ സ്ത്രീയെ കർത്താവ് ക്ഷമയുടെ ഒരു നിയമമാണ്. കല്ലെറിഞ്ഞവരെ, പാപം ചെയ്തവരെ കല്ലെറിയണം, പക്ഷേ ക്ഷമയുടെ ഒരു പുതിയ നിയമം. പാപത്തെ വെറുത്തുകൊണ്ട്
ആ വ്യക്തിയെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം, പാപത്തെ വെറുത്തുകൊണ്ട് വ്യക്തിയെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം, ഏത് പാപിയെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം. സത്യത്തിൽ സഭ എന്ന് പറയുന്നത് ഈ നിയമത്താൽ നടത്തപ്പെടേണ്ടത്. സഭ ഈ നിയമത്താൽ നടത്തപ്പെടേണ്ടതാണ്. സഭ എന്ന് പറയുന്നത്, സഭ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, ഇൻവേർട്ടർ കോമയ്ക്കകത്ത് ഇടുക സഭ, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ സഭ. സഭ, എനിക്കൊരു ചോദ്യം, വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? സഭ വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? വർക്ക്ഷോപ്പാണോ ഷോറൂമാണോ? ഷോറൂമാണെന്നുള്ളവരൊന്ന് കൈപൊക്കിക്കുക. സഭ ഷോറൂം, എല്ലാം തികഞ്ഞ പ്രൈസ് ദി ലോർഡ്, ഭയങ്കര ഭക്തർ, അതാണോ സഭ? അല്ല. ഈ വർക്ക്ഷോപ്പിൽ ചെന്ന്, ഷോറൂമിൽ അടിപൊളി വണ്ടികളാണ് വന്നിരിക്കുക, കണ്ണാടി കൂടെ കാണാം. പക്ഷേ വർക്ക്ഷോപ്പിൽ ചെന്നാൽ കാണാം കെട്ടി വലിച്ചത് കിടപ്പുണ്ട്, മോന്തയില്ലാത്ത കിടപ്പുണ്ട്, ചെയ്സ് ഒടിഞ്ഞത് കിടപ്പുണ്ട്. എല്ലാം കിടക്കുന്ന എവിടാ? വർക്ക്ഷോപ്പിലാണ്. കുറേ കഴിയുമ്പം പണി നടക്കും. സഭ വർക്ക്ഷോപ്പാണ്. ഈ തകർന്നവരെ എല്ലാം ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒന്നാണ് പുതിയ നിയമസഭ എന്ന് പറയും. അതാണ് സഭ, അതാണ് സഭ. കരങ്ങളടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്. അതാണ് സഭ, അതാണ് സഭ. തെറ്റിദ്ധരിക്കരുതേ, എന്നെ നല്ല അർത്ഥത്തിലേ എടുക്കാവൂ. അപ്പന് ഇടറിപ്പോയ ഒരു വീട്, അപ്പം ഭയങ്കര മദ്യപാനിയാണ്. ആ മോന് അമ്മ ഇങ്ങനെ അവരെ ഇട്ടച്ചിട്ട് വേലയ്ക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവരൊത്തിരി കഷ്ടപ്പെട്ടും ഇടറിയൊക്കെ വളർന്ന പിള്ളേരാണ്. അവൻ ഒരു ദിവസം ചർച്ച വന്നു, പക്ഷേ അവന് മുടിയുണ്ടായിരുന്നു. മുടിയെല്ലാം കൂടെ വളർത്തി അവൻ ചർച്ച വന്നു. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ കുറേ പേര് പിരിവെടുത്തു. എന്തിനാണെന്നറിയാമോ? ഇവൻ്റെ മുടി വെട്ടാൻ. എന്നിട്ട് അവർ ബലമായിട്ട് അവനെ കാറേ കയറ്റാൻ പോവുക, മുടി വെട്ടിക്കാൻ കൊണ്ടുപോകും. ബലമായിട്ട് നീ മുടി വെട്ടിയിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. ഇവനങ്ങോട്ട് പറയും, നീ ആരും എൻ്റെ കയ്യത്തോട്ട് പോയേക്കരുത്, ഇനി മുടി വെട്ടണമെങ്കിൽ പ്രിൻസിപ്പാൻ വരട്ടെന്ന് പറഞ്ഞു. ഞാൻ വന്ന് ചോദിച്ചപ്പോൾ ഇവരവനെ ബലമായിട്ട് വണ്ടിയെ കയറ്റി മുടി വെട്ടാൻ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം അവിടെ നിൽക്കുക, നിങ്ങളാരും അവനെ കൊണ്ടുവേണ്ട, നീ മുടി വെട്ടുകയും വേണ്ട, കയറിയിരുന്നോളാൻ പറഞ്ഞു. തമ്പുരാൻ്റെ കൃപയാൽ ഇന്ന് ഇതുപോലെ നല്ലൊരു ചെറുക്കനില്ല. ആരും അവനോട് പറഞ്ഞില്ല മുടി വെട്ടാൻ. പക്ഷേ അവൻ മുടിയും വെട്ടി, അവൻ നല്ല ജോലിയും കിട്ടി, നല്ല ഭക്തനായ ഒരു ചെറുപ്പക്കാരനായി എൻ്റെ കൂടെ ഉണ്ട്. ഏതിടറിയവനെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരിടമാണ് ദൈവസഭ എന്ന് പറയും. അതുകൊണ്ട് പാപത്തിന് കൂട്ടു നിൽക്കുകയല്ല, പാപത്തെ വെറുത്തു ആരെ സ്നേഹിച്ചു? പാപിയെ സ്നേഹിച്ചു. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച ഒരു കർത്താവ്. ഇടറിയവരെ എല്ലാം ചേർത്ത് പിടിക്കുന്ന വർക്ക്ഷോപ്പ്. ദൈവസഭ കാഷ്വാലിറ്റി ആണോ? ദൈവസഭ കാഷ്വാലിറ്റി ആണോ അതോ 5 സ്റ്റാർ ഹോട്ടലാണോ? കാഷ്വാലിറ്റിയിൽ ആരൊക്കെ കേസ് വരും? കാഷ്വാലിറ്റിയുടെ ഡോക്ടർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറാണോ MBBSകാരനാണോ? കാഷ്വാലിറ്റിയിൽ MBBS ആണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഗൈനക്ക് വന്നാൽ അറ്റൻഡ് ചെയ്യുമോ? ചെയ്യുമോ? ഗൈനക്ക് വന്ന് അറ്റൻഡ് ചെയ്യത്തില്ലേ? ചെയ്യും. കാർഡിയാക്ക് വന്ന് അറ്റൻഡ് ചെയ്യുമോ? ചെയ്യും. ഓർത്തോ വന്ന് അറ്റൻഡ് ചെയ്യുമോ? ചെയ്യും. പീഡിയാട്രിക്ക് വന്ന് അറ്റൻഡ് ചെയ്യുമോ? ഇതാണ് പാസ്റ്ററും. പ്രവാചകനാകേണ്ടടുത്ത് പ്രവാചകൻ, ഭൂതത്തെ ഓടിക്കണേ ഭൂതം ഓടിക്കും, കൗൺസിലറാണേ കൗൺസിലർക്കും, ഇനി അത്യാവശ്യം മാറ്റി നിർത്തി 2 തല്ല് കൊടുക്കണേ അതും കൊടുക്കണം. ആരും കാണരുതെന്നുള്ളൂ. അത്യാവശ്യം 2 അടി കൊടുത്താൽ ശരിയാവുമെങ്കിൽ അവർക്ക് അടിയും കൊടുക്കണം. ഇതെല്ലാം ആകുന്ന ഒരിടമാണ് ചർച്ച്. കാഷ്വാലിറ്റിയാണ്. അവിടുത്തെ MBBS ഡോക്ടറാണ് ആര്? ഉറക്കെ പറ. വലിയ സ്പെഷ്യാലിറ്റി ഒന്നും അല്ലെങ്കിൽ എല്ലാ കേസും അറ്റൻഡ് ചെയ്യും. അതായിരുന്നു ദൈവസഭ. അതാകണം ദൈവസഭ. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. അപ്പോൾ ഇവിടെ ഒരു പുതിയ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ നിയമത്തിൻ്റെ പേര് എന്താണ്? ക്ഷമയുടെ നിയമം. കരം കൊടുത്തൊന്ന് പറഞ്ഞ് ക്ഷമയുടെ നിയമം. എല്ലാവരും കരം കൊടുത്ത് പറഞ്ഞ് ക്ഷമിക്കണം കേട്ടോ. ലോകത്ത് ഏറ്റവും നല്ലൊരു വാക്കാണ് പറയാൻ കുറയുന്നത്. എന്താ? എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പക്ഷേ നമ്മളെല്ലാം പറയും ക്ഷമിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഏറ്റവും നല്ലൊരു വാക്കാണ് എന്ത് പറയുക? സോറി എന്നൊക്കെ പറയുക. ഒരു സോറി പറഞ്ഞാൽ എന്തോ, സോറി എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലതാണ് മലയാളികൾ തമ്മിൽ സഹോദര എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണമെന്ന് പറയും. പക്ഷേ ഇന്ന് നമ്മൾ പറയാറില്ല. നമുക്ക് പറയാൻ ഭയങ്കര ഈഗോയാണ്. ഭർത്താവ് ഭാര്യയോടൊന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ആരാകുമെന്നറിയാം.
അപ്പം ഞാൻ ഭർത്താവിനോട് പറഞ്ഞൊരു സോറി പറഞ്ഞേക്കാൻ. അങ്ങനെ സോറി പറഞ്ഞാൽ അവളങ്ങ് ഞെളിയും. പിന്നെ അവൾ ഇവിടെ ഒന്നും ഇരിക്കത്തില്ല പാസ്റ്റർ. തോന്നലാണ്. സോറി പറയേണ്ടടുത്ത് പിള്ളേരോടാണേലും എന്ത് പറയണം? സോറി പറയണം. ക്ഷമയുടെ ഒരു നിയമം കർത്താവ് അവിടെ നമുക്ക് വേണ്ടി ആക്കുകയാണ്. മനുഷ്യർ ക്ഷമയില്ലാത്തവർ. ഞാൻ സാധാരണ കുടുംബ സദസ്സുകളിൽ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന ഒരു ഉദാഹരണമാണ്. അച്ചായൻ രാവിലെ ജോലിക്ക് പോകാനിരിക്കുക, അമ്മാമ്മയ്ക്കും തിരക്കിട്ട് പോകണം. പക്ഷേ പുള്ളി രാവിലെ എഴുന്നേറ്റ് പത്രമൊക്കെ ആയിട്ടിരിക്കുക. അവർക്ക് നാട്ടിൻപുറത്തെ അച്ചായന്മാർക്കൊരു കുഴപ്പമുണ്ട്. അവർക്ക് രാവിലെ എല്ലാം നടക്കുന്നതിന് മുമ്പ് എന്തോ കിട്ടണം? പത്രം കിട്ടണം. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി, ഇപ്പോൾ എല്ലാം വാട്സപ്പായി. അപ്പം പത്രമൊക്കെ നോക്കിയിരുന്ന് സമയം പോയപ്പോഴാണ് പുള്ളി ചാടി കുളിക്കാൻ കയറിയത്. കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പം കാണുന്ന തോർത്തണ്ടേ. പുള്ളി അവിടെ കിടന്നുകൊണ്ട് അലച്ചു, എടിയേ എന്താ തോർത്ത്? എടി അങ്ങേ അറ്റത്ത് അടുക്കളയിൽ നിന്ന് ദോശ ഇടുക. എടിയെ തോർത്ത് കേട്ടില്ല, എന്തോ കേട്ടു? എടിയേ കേട്ടു. മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വിളിക്കാൻ? എടിയെ വിളിക്കാൻ. ഞങ്ങളുടെ ഒരു ഉപദേശി, നടന്ന സംഭവം, കഥയല്ലത്, നടന്ന കാര്യമാണ്. ഉപദേശി അച്ചായൻ്റെ വീട്ടിലൊരു സായിപ്പ് വന്ന് താമസിച്ചു. അപ്പോൾ ഉപദേശി സായിപ്പ് എപ്പോഴും കേൾക്കുകയാണ് നമ്മുടെ അച്ചായൻ ഭാര്യയെ വിളിക്കുന്നു, എടിയേ. സായിപ്പ് പോരാൻ നേരത്ത് ചോദിച്ചു, പാസ്റ്റർ ജി, യു ആർ ഓൾവേസ് കോളിങ് യുവർ വൈഫ് എഡി, ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എഡി? അച്ചായൻ ആരാ മോൻ എന്നറിയോ? പാസ്റ്റർ അച്ചായൻ പറഞ്ഞു, യു പീപ്പിൾ ഓൾവേസ് കോൾ ഹണി ആൻഡ് യുവർ ഹണി ഈസ് അവർ എഡി. ഏതായാലും എടിയേ വിളിച്ചു. എടി അങ്ങേ അറ്റത്ത് നിൽക്കുകയല്ലേ. എടി വന്നു ഓടി ദോശ കിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളിങ്ങനെ കതക് തുറന്ന് നിൽക്കുക, പാതി തല തോർത്തില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, എടി അതിങ്ങോട്ട് താടി, എടി അതിങ്ങോട്ട് തരാൻ, എടി അതിങ്ങോട്ട് താടി. ഇവിടെ എന്ത് ചോദിച്ചു? എന്തോ മനുഷ്യ, എടി അതിങ്ങോട്ട് താടി. അപ്പോൾ ഇവിടെ കൈ ചട്ടുകൊണ്ടായിരുന്നു, ദോശ കിട്ടുന്നു. അപ്പോൾ ഇവള് ചോദിച്ചു, ഇതാണോ മനുഷ്യാന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ലെങ്കിലും നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾ പറഞ്ഞു, വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നെ പറഞ്ഞോണം, പക്ഷേ എൻ്റെ വീട്ടുകാരെ എന്ത് ചെയ്യരുത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആരെ പറയണം? പിള്ളേർക്കറിയാവോ? നമ്മൾ ചിലപ്പം ദേഷ്യം വരും, പറയത്തില്ല, കൂടുതൽ എന്നോട് പറയണ്ട, നീ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഈ പള്ളിയിൽ പോയി പറയാൻ പറയുന്നത് എന്തിനാ? അച്ഛനോടാ? അല്ല. അപ്പനെ അടക്കിയേക്കുന്ന എവിടാ? വല്യപ്പൻ കിടക്കുന്ന എവിടാ? ഒരു 3-4 തന്തയ്ക്ക് ഒറ്റയടിക്ക് വിളിക്കുന്നതിൻ്റെ പേരാണ്. ഇനി ഇത് പഠിച്ചിട്ട് പോയി പറയല്ലേ. ക്ഷമയുടെ നിയമമാണ്. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന്. അപ്പം അപ്പന്മാരെല്ലാം കിടക്കുന്ന എവിടാ? പള്ളിയിലല്ലേ. അപ്പം ഇവള് പറഞ്ഞു, വല്ലതും പറയാനുണ്ട് എന്നെ പറഞ്ഞോണം, പക്ഷെ ആരെ പറയല്ലേ? വീട്ടുകാരെ പറയല്ലേ. അപ്പോൾ ഇവള് ചോദിച്ചു, പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? ഇവൾ ആ ചട്ടുകം പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ തള്ളയുടെ വിശേഷം എന്നെ കൊണ്ട് കൂടുതലൊന്നും എന്ത് ചെയ്യരുത്, വായിപ്പിക്കരുത്. കഴിക്കാൻ വന്നപ്പം കരിഞ്ഞ ദോശ എടുക്കേ ഒരേറ്, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ആ പിണക്ക് എത്ര ദിവസം നിൽക്കും? മിനിമം പറഞ്ഞു 2 ദിവസമോ? എന്ത് എളുപ്പമായിരുന്നു. ഇത്രയും പറഞ്ഞ ആ പിണക്കം തീരാൻ എത്ര ദിവസം എടുക്കും? സഹോദരിമാർ തന്നെ പറ, എത്ര ദിവസം എടുക്കും? ഏറ്റവും കൂടുതൽ പിണങ്ങിയിരിക്കുന്നത് സഹോദരന്മാരാണോ സഹോദരിമാരാണോ? സമ്മതിച്ചേ? ഞങ്ങൾ സഹോദരന്മാർ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയത്തില്ല, മനുഷ്യ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ നിങ്ങളിങ്ങനെ എന്ത് ചെയ്യരുത്. പറയുമോ ഇല്ലയോ? പറയത്തില്ലേ? അപ്പം ഒരു ദിവസം ഒരു അച്ചായനെ ഈ സഹോദരി എന്ത് ചെയ്താൽ മിണ്ടുന്നില്ല. പുള്ളി അങ്ങ് മടുത്ത് ഇവിടെ പുറകെ നടന്നിട്ട് മിണ്ടുന്നില്ല. ഒടുവിൽ അവളെ മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇയാളൊരു കാര്യം ചെയ്തു. അയാൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അയാൾ അവസാനം മെത്ത പൊക്കി തപ്പി, മേശയുടെ ഡ്രോ തുറന്ന് തപ്പി, അലമാരി മുഴുവൻ തുറന്ന് തപ്പി, കട്ടിൻ്റെ കീഴെ കയറി തപ്പി, തട്ടുംപുറത്ത് കയറി തപ്പി, തപ്പോട് തപ്പ. ഇവക്കൊരു പിടിയും കിട്ടുന്നില്ല, അയാളെന്തോ തപ്പുന്നു. ഒടുവിൽ ഗതികെട്ട് സഹികെട്ട് അവൾ അയാളോട് ചോദിച്ചു, മനുഷ്യ അങ്ങ് പറ, എന്തോ ഈ തപ്പുന്നേ? അയാൾ പറഞ്ഞു, കിട്ടിപ്പോയി, നിൻ്റെ നാക്ക് തപ്പിയതാണ്. അപ്പോൾ മനുഷ്യരിങ്ങനെ പിണങ്ങിയിരിക്കും. ദൈവത്തെ ഓർത്ത് ഒരു ദിവസം പോലും എന്ത് ചെയ്യരുത്, പിണങ്ങരുത്. ക്ഷമ ആദ്യം അങ്ങ് പറഞ്ഞേക്കണം. എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അവിടെ കൊണ്ട് തീരത്തില്ലേ. ക്ഷമ പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യനോടൊന്നും തിരിച്ചും പറയരുത്. കാരണം ഏറ്റവും നല്ലൊരു വാക്കാണ് ലോകത്തിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഇവിടെ കർത്താവ് ആ ക്ഷമയുടെ നിയമം പഠിക്കുക. നമ്മുടെ ഒരു ആയുസ്സിൽ ഭയങ്കര പിണക്കവും വഴക്കും ഒക്കെ ആയിട്ടാണ് ലൈഫും സഭയും ഒക്കെ. നമ്മളൊത്തിരി പിണങ്ങി സമയം കളയുന്നവരാണ്. പിണങ്ങി ദൈവത്തെ ഓർത്ത് സമയം കളയരുത്.
നിങ്ങൾക്ക് ഞാനൊരു എക്സസൈസ് തരാം, വീട്ടിൽ പോയി നോക്കണം കേട്ടോ. എൻ്റെ പ്രായമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, എൻ്റെ ബാച്ചിൽ പഠിച്ചവർ, നമ്മുടെ എല്ലാ അനുഭവമാണ്. നമുക്ക് മാക്സിമം എത്ര വയസ്സ് വരെ ജീവിക്കാം ആരോഗ്യത്തോടെ? 70 ഏറെയായ 80. ആരോഗ്യം 80 വരെ കാണുമോ? ഇല്ല. ഇപ്പോഴേ 50 ആകുന്നതിന് മുമ്പ് തന്നെ ഡയബറ്റിക് ഇൻസുലിനായി, HbA1c തെങ്ങിൻ്റെ മണ്ടേ നിൽക്കുക അല്ലേ. പിന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയപ്പം കുറവായിരുന്നു. കാരണം നാളെ നോക്കണമെങ്കിൽ ഇന്ന് ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും. നാളെ നമുക്കെല്ലാം പേടിയാണ്, നാളെ ഒന്ന് നോക്കണം, ഇന്ന് നമ്മൾ എന്താകും, ഡീസൻ്റ് ആയിരിക്കും. നേരത്തെ കഴിച്ചു ഭയങ്കര ദാണ്ട് കുറഞ്ഞു, നമ്മുടെ ഒരു സമാധാനമാണ്. അപ്പം എന്നാലും നമുക്കൊരു ആരോഗ്യമുള്ള ആയുസ് 10 70 ഒക്കെ ഉള്ളൂ. എന്നാലും പോട്ട് 80 വരെ അങ്ങ് ജീവിക്കാം. 80 വരെ ജീവിച്ചാൽ 29,200 ദിവസമേ ഉള്ളൂ. ഇനിയും നമുക്ക് എത്ര ദിവസം ഉണ്ടെന്ന് തീരുമാനിക്കാം. 80 മൈനസ് ഇപ്പോഴത്തെ പ്രായം, അതായത് എനിക്ക് 53 വയസ്സായി, ഇപ്പോഴത്തെ പ്രായം ഇൻറ്റു 365. എനിക്കിനി 27 വർഷം കൂടെ ഉള്ളൂ 80 വരെ പോയാൽ. 53 7 അല്ലേ, പിന്നെ 60 70 80 27 വർഷമേ ഉള്ളൂ. 27 × 365 കറഷ്ടിച്ചൊരു 10,000 ദിവസമേ ഉള്ളൂ. ഇത്രയല്ലേ ഉള്ളൂ. ഇന്ന് വീട്ടിൽ പോയിട്ട് കൂട്ടണേ, മനസ്സിലായോ? നിങ്ങളുടെ ആയുസ് നിങ്ങളുടെ കെട്ടിയോൻ്റെ ആയുസ്. പക്ഷെ കെട്ടിയോൻ അത്രയും ദിവസം ഒന്നിച്ച് കാണത്തില്ല. കാരണം പുള്ളി 5-6 വയസ്സ് മൂത്തല്ലേ. പുള്ളി 5-6 വയസ്സ് മൂത്തായതുകൊണ്ട് പുള്ളി പെട്ടെന്ന് പോത്തില്ലേ? സങ്കടമായോ? പ്രായം അനുസരിച്ചാണ് പോകുന്നെങ്കിൽ പുള്ളി ഒരു 6 വർഷം മൂത്തല്ലേ. ഇളയതാണോ? ആരോടും പറയരുത്. അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് പോത്തില്ലേ. അപ്പോൾ അതുകൂടെ കുറച്ച് കൂട്ടിയാൽ ഇനി എത്ര ദിവസമുണ്ട്? അത് കൂട്ടിയാൽ കാണാം 5,000 ദിവസം, 6,000 ദിവസം, 7,000 ദിവസമുള്ളൂ. ഈ ദിവസം ഇനി എന്ത് ചെയ്യരുത്? പിണങ്ങരുത്. ഞാൻ ഭയങ്കര പിണക്കക്കാരനായിരുന്നു. പിണക്കെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കത്തില്ല. ഞാൻ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇച്ചിരി ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് 2-1 മണി കഴിയുമ്പോൾ കിടക്കുന്ന പിള്ളേരുണ്ട്, അവരുടെ കൂടെ ഞാനും ആ സെറ്റിയിലും കിടക്കും. അപ്പോൾ ഒരു ദിവസം ഞാനും ഭാര്യയും കൂടി ഇങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടി. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ചിന്തിച്ചു. പപ്പ 75 പോയി, അമ്മ 65 പോയി, എൻ്റെ തമ്പുരാന് നമ്മളിനി എപ്പം പോകും? എന്നാലും 80 ഇട്ടങ്ങ് കൂട്ടി, ആയുസിരിക്കട്ടെ. അപ്പോൾ ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. ഇതെല്ലാം ചിന്തിച്ചിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടിയ ഒരു കാര്യം. അടുത്തൊരു ദിവസം ഞാനിങ്ങനെ പിള്ളേരുടെ കൂടെ ഒത്തിരി പിള്ളേർ കാണും, അവിടെ കിടന്ന് സെറ്റിയെ കിടന്ന് ഉറങ്ങുക. ഇവളെന്നെ വന്ന് രാത്രി വിളിച്ചു, അച്ചാച്ചാ വന്ന് കിടക്കുക മുറിക്കകത്ത്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിവിടെ കിടക്കുക. ഇവളെന്നെ പതുക്കെ തോണ്ടിയിട്ട് പറഞ്ഞു, ഇത്രയും ദിവസമേ ഉള്ളൂ, എന്തോ വേണം തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഞാനൊരു ദിവസം ഇപ്പം പിണങ്ങി കിടക്കത്തില്ല, ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും, നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കുറയ്ക്കുക. എല്ലാവരും മാക്സിമം ഒന്നിച്ച് ജീവിക്കുക. കാരണം എത്ര ദിവസമേ ഉള്ളൂ. ഒറ്റ ദിവസം എന്ത് ചെയ്യരുത്, പിണങ്ങരുത്. ഈ ഓട്ടോറിക്ഷയുടെ പുറകിൽ എഴുതിയിട്ടുണ്ട്, ചിരിക്കൂ, പിണങ്ങാൻ എനിക്ക് നേരെയില്ല. ചിരിക്കൂ, പിണങ്ങാൻ നേരെയില്ല. കയ്യെ പിടിച്ചൊന്ന് പറഞ്ഞത്, ചിരിക്കൂ, പിണങ്ങാൻ നേരെയില്ലെന്ന്. നമുക്ക് ആർക്കും നേരെയില്ല. കളയരുത്, ദിവസം കളയരുത്. 5-6 പേരോട് ചിരിക്ക്, പിണങ്ങാൻ എന്തില്ല. അപ്പോൾ ഈ സംയുക്ത സഭായത്തിൽ പങ്കെടുത്തിട്ട് പോയവരാരും ഒരു ദിവസം പോലും എന്ത് ചെയ്യരുത്, പിണങ്ങരുത്. സന്ധ്യയ്ക്ക് മുമ്പ് പറഞ്ഞേക്കണം, സോറി അങ്ങ് വിട്ട് കളാ എന്നൊന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ജയിക്കുകയാണ്.